ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. മുത്തശ്ശിയും മുത്തശ്ശനെയും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് മുത്തശ്ശി പറയുന്നുണ്ട്, ഇദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് റിസൾട്ടൊക്കെ നോക്കുകയല്ലേ ഡോക്ടർ, ആ സമയത്ത് ഒരുപാട് നേർച്ചകൾ ഞാൻ നേർന്നിരുന്നു, രോഗം പൂർണ്ണമായി മാറണമെന്ന് പറഞ്ഞ്. പിന്നെ കുട്ടികളാണെങ്കിലും മലയ്ക്ക് പോയിട്ട് വന്നതിന് കാരണം തന്നെ ഇദ്ദേഹത്തിൻ്റെ അസുഖം മാറാൻ വേണ്ടിയല്ലേ എന്നൊക്കെ പറയും. അന്നേരത്തേന് മുത്തശ്ശൻ പറയും, അതിനെന്താ കുഴപ്പം, അസുഖം മാറിയില്ലെന്ന് ആര് പറഞ്ഞെന്ന്. അല്ല, ഇദ്ദേഹമല്ലേ പറഞ്ഞത് അസുഖം കുറവില്ല എന്ന് പറഞ്ഞത്. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, എൻ്റെ അസുഖം പൂർണ്ണമായും മാറിയിട്ടുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് മുത്തശ്ശിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയും, പിന്നെ എന്തിനാ അസുഖം മാറിയില്ലെന്ന് എല്ലാവരോടും പറഞ്ഞെന്ന്. അത് പഴയ അനന്തപുരി അല്ലല്ലോ ഇപ്പോൾ നമ്മുടെ ഇത്, എല്ലാം പല പ്രശ്നങ്ങളാണ്. എൻ്റെ അസുഖം മൂലം പല പ്രശ്നങ്ങളും ഒഴിവായി പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയും. എന്നാലും ദേവയാനിക്കും ജയനും ഒക്കെ ഭയങ്കരമായി വിഷമം തോന്നിയെന്ന് പറയും. അത് സാരമില്ല, അവർ ഡോക്ടറെ വിളിച്ച് ചോദിച്ചാലും ഡോക്ടറെ ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ. ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അസുഖം മാറിയ കാര്യം ആരോടും പറയരുതെന്ന്. എന്നാലും ആദർശിന് വരെയും വിഷമമാകുമല്ലോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, എന്തായാലും ഇതിങ്ങനെ തന്നെ പോട്ടെന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയും, എന്നാലും അസുഖത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും കള്ളം പറയണ്ടായിരുന്നു, എങ്ങാനും തിരിച്ചടിച്ചാലോ എന്ന്. അത് സാരമില്ല, ഇപ്പോൾ തന്നെ 75 വയസ്സായില്ലേടോ, അത് കാരണം ഇനിയിപ്പം പോകുന്നെങ്കിലും പോട്ടെ, താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഭാര്യമാർ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താക്കന്മാർ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അവർ പോയി കഴിഞ്ഞുള്ള ജീവിതം ഭർത്താക്കന്മാർക്ക് വളരെ ദുരിതകരമായിരിക്കും. അതുകൊണ്ട് ഞാനിത് ആരോടും പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ജയൻ ലാപ്ടോപ്പിൽ ഇങ്ങനെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ദേവയാനി എന്തൊക്കെയോ ചിന്തിച്ചാണ് നടക്കുന്നത്. എന്നിട്ട് ജയൻ്റെ അടുത്ത് ചെന്നിരിക്കുമ്പോഴത്തേന് ജയൻ ചോദിക്കുക, എന്താ ഒരു ആലോചനയെന്ന്. അതല്ല, ഞാൻ എന്തിനെക്കുറിച്ച് ആലോചിക്കാനാണ്, എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ തന്നെ ഞാൻ ആലോചിച്ചിരിക്കുന്നതെന്ന്. അതിനിപ്പോൾ എന്താ ഇത്ര ആലോചിക്കാൻ എന്നൊക്കെ ചോദിക്കും. അതല്ല, എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന് പറയും. അത് പിന്നെ എപ്പോഴാണെങ്കിലും കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് ജയൻ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതല്ല, ആ കുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കും. ജയൻ അപ്പത്തന്നെ പേര് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കും. പറയും, നയനേന്നാണോ എന്ന് ചോദിക്കും. നയനേന്ന് കേൾക്കുമ്പോഴത്തേന് ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട് ജയൻ. എന്നിട്ട് പറയും, നയനേന്നാന്ന് തോന്നുന്നു എന്ന് പറയും. അല്ല, അന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് നയനേന്നാണല്ലോ ജയേട്ടൻ പറഞ്ഞത്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. പിന്നെ ആ കുട്ടിക്ക് നയനയുടെ അത്രയൊക്കെ പ്രായമുള്ളൂ എന്ന് ചോദിക്കും. അത് പിന്നെ 1-2 വയസ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാൻ സാധ്യതയുണ്ട്, അതുപോലൊക്കെ തോന്നും, അത്രയൊക്കെ ഉള്ളെന്ന് പറയും. എന്താ പിന്നെ ഇതൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചെന്ന് ചോദിക്കും. പറയും, അല്ല, നയന എന്നുള്ള പേര് നമ്മുടെ മരുമോളുടെയും പേരാണല്ലോ, ആ പേര് കേൾക്കുന്നത് തന്നെ തനിക്കിഷ്ടമില്ലല്ലോ, അത് കാരണമാണ് പറയാതിരുന്നെന്ന് പറയും. അതല്ല, എനിക്ക് കരൾ തന്ന പെൺകുട്ടിയുടെ പേര് നയനയെന്നായതുകൊണ്ട് എനിക്കിപ്പോൾ ആ പേരിനോടുള്ള ആ വെറുപ്പൊക്കെ പോയെന്ന് പറയും. എന്നാൽ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരണം, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് അനാമിക ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അന്നേരം രേവതി അങ്ങോട്ട് വന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു, അനിയൊന്ന് നിനക്ക് വിളിച്ചുകൂടെയെന്ന്. ഞാനൊന്നും വിളിക്കത്തില്ല അവൻ ആ മലയ്ക്ക് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞ് ഇങ്ങോട്ട് എന്നെ ഒന്ന് വിളിക്കുകയോ അല്ലെ ഇവിടെ വന്ന് ആ പ്രസാദം തരുമോ വല്ലതും ചെയ്തോ, അതുകൊണ്ട് ഞാൻ വിളിക്കത്തില്ലെന്ന് പറയും. നീ ഇങ്ങനെ വിളിക്കാതിരിക്കുന്നിടത്തോളം കാലം നന്ദുവായിട്ട് അടുക്കാനുള്ള സാഹചര്യം കൂടുകയല്ലേ ചെയ്യുമെന്ന് പറയും. എന്തൊക്കെയായെന്ന് പറഞ്ഞാലും അവൻ്റെ മുമ്പിൽ താന്നു കൊടുക്കാനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട് അനാമിക. എന്നാൽ നീ ആ അനിയുടെ വല്യമ്മയെങ്കിലും വിളിക്ക്, അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നൊക്കെ ഇരിക്കുകയല്ലേ, അവരോട് എങ്ങനെയുണ്ട് അസുഖങ്ങൾ, മാറിയോ, കുറവുണ്ടോ, എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അവരെ ഒന്ന് സോപ്പിട്, എന്നാലേ അനിയെ അവർ വല്ലതും വഴക്കും പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു വിടത്തുള്ളൂ, എന്നാലേ നിന്നെ കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറയും. അത് പിന്നെ എന്നും വല്യമ്മ ഇങ്ങനെ ഇവനെ വഴക്ക് പറഞ്ഞു വിടുമ്പോഴല്ലേ ഇവൻ വന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് നമ്മളെപ്പോഴും താന്നു പോകുന്നതല്ലേ എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് എനിക്കതിനോട് താല്പര്യമില്ലെന്ന് പറയും. പിന്നെ നീ ഇങ്ങനെ ഇവിടെ നിന്നാൽ മതിയോ, എപ്പോഴും ഇങ്ങനെ നിന്നാൽ നമ്മുടെ കടങ്ങളൊന്നും വീട്ടാൻ പറ്റില്ല. അതുതന്നെയല്ല, അനിക്കാണെങ്കിൽ ഇനി ഒരു പെണ്ണ് കിട്ടുകയും ചെയ്യും, നിനക്ക് അതുപോലാണോ, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ അനിയെപ്പോലുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെ വേണമായിരുന്നു, നീ എങ്ങനെയും അവരെ വിളിച്ചൊന്ന് സോപ്പിട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ അവരെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അനാമിക ഫോൺ എടുക്കുന്നുണ്ട്. അവർക്കും എന്നോട് പഴയ പോലുള്ള സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നില്ല, ഇപ്പം അങ്ങനെ വിളിയും പറച്ചിലൊന്നും ഇല്ലെന്ന് അനാമിക പറയുന്നു.
പിന്നീട് കാണിക്കുന്നത് ആദർശ് ഇങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ദേവയാനിയെ അനാമിക വിളിച്ചെന്ന് തോന്നുന്നു. ഉടനെ അനാമികയുടെ സംസാരത്തിൽ നിന്നനുസരിച്ചായിരിക്കും ദേവയാനി വന്ന് ആദർശിനോട് പറയും, അനാമിക മോൾ അവിടെ പോയി നിൽപ്പ് തുടങ്ങിയിട്ട് എത്ര ദിവസമായിടാ, നീ ഒന്ന് പറഞ്ഞുകൂടെ അനിയോട് അവളെ ചെന്ന് വിളിച്ചുകൊണ്ട് വരാമെന്ന്. അമ്മേ, അവന് എന്തായാലും അവളെ അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല, അതുപോലൊരു പെൺകുട്ടിയാണ് അവൾ, അതുകൊണ്ട് എനിക്ക് പറയാനൊന്നും പറ്റത്തില്ലെന്ന് പറയും. അതല്ല മോനെ, എനിക്ക് നീയും അവനും ഒരുപോലെ തന്നെയാണ്, അതുകൊണ്ട് അവൻ്റെ ജീവിതം പാഴായി പോകുന്നത് കാണാൻ എനിക്കോ നിനക്കോ പറ്റത്തില്ല, അതുകൊണ്ട് നീ അവനെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറയും. അന്നത് കേട്ടോണ്ടാണ് ജാനകി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പം ജാനകി പറയും, ഇവനൊന്നും പറയത്തില്ല, ഇവൻ്റെ ഭാര്യയ്ക്കും അവിടെ ചേച്ചിക്കും ഒന്നും എൻ്റെ അനാമിക മോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഇവൻ പറഞ്ഞ് അവളെ വരുത്തിക്കുകയില്ലെന്ന് പറയും. എന്തിനാ ഇളയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് ആദർശ് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ അവനോട് മാക്സിമം പറയാറുണ്ട്, പക്ഷേ അവനൊന്ന് പോകാൻ തയ്യാറാകണ്ടേ എന്നൊക്കെ ചോദിക്കും. അതെങ്ങനെയാ, നീ നിൻ്റെ ഭാര്യയെ എന്ത് പറയുന്നു അതനുസരിക്കുന്നുണ്ടല്ലോ, അതുപോലെ അവനോടും പറഞ്ഞു കൊടുത്തുകൂടെ അവൻ്റെ ഭാര്യയെ അനുസരിച്ചൊക്കെ ജീവിക്കാമെന്ന് ജാനകിയും പറയും. നയനെ ഒന്ന് പിടിച്ചു തള്ളിയെന്ന് പറഞ്ഞ് എന്താ ഇത്ര കുഴപ്പം, അവൾക്ക് ഇതിന് മാത്രം എന്താ അസുഖം, നീ ആണെങ്കിൽ അവിടെ ചെല്ലുകയും അവൾക്കുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അവൾക്ക് നീ എടുത്ത് കൊടുത്ത വീട്ടിൽ അവൾ സുഖമായിട്ട് ഒരു പണിയും ചെയ്യാതെ ജീവിക്കുകയല്ലേ, പിന്നെ എന്നാ ഇത്ര കുഴപ്പം, ആയുർവേദ മരുന്നുമായിട്ടല്ലേ ഇവൻ അവിടോട്ട് ചെന്നത്, അതൊക്കെ കൊടുക്കാൻ മാത്രം എന്താ കുഴപ്പം അവൾക്ക് എന്നൊക്കെ പറഞ്ഞ് ജാനകി അങ്ങ് ചൂടാകുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് ആദർശിന് അങ്ങ് ദേഷ്യം വരും. ആദർശ് പറയും, നയനയ്ക്ക് എന്താണ് കുഴപ്പമെന്നോ നയനയുടെ പ്രാധാന്യം എന്താണെന്നൊന്നും എനിക്ക് ഈ വീട്ടിൽ ഇപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ, പിന്നെ ഞാനും മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ചെറിയച്ഛനും ഒക്കെ അനിയൊക്കെ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്, അതൊന്നും ഇവിടെ വെളിപ്പെടുത്താൻ പറ്റുകയില്ലാത്ത ഗതികെട്ട അവസ്ഥയിലായിപ്പോയി ഞാൻ, അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനിയുടെ അടുത്തേക്ക് ആദർശ് എഴുന്നേറ്റ് അങ്ങ് പോകുന്നുണ്ട്. ആദർശ് പോകുന്ന ഉടനെ തന്നെ ദേവയാനി ഓർക്കുന്നുണ്ട്, ഇവനിപ്പോൾ അനിയുടെ അടുത്തേക്കായിരിക്കും പോകുന്നത്, എനിക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എന്തായാലും അവിടുന്ന് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് ആദർശിൻ്റെ പുറകെ ദേവയാനിയും പോവുകയാണ്. അപ്പോൾ ആദർശ് ചെല്ലുമ്പോഴത്തേന് അനി ഇങ്ങനെ ഇരുന്ന് എന്തോ കവിതയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. നീ ഇങ്ങനെ കവിത എഴുതിക്കൊണ്ടിരിക്കാതെ ചെന്ന് അനാമികയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ദേവയാനി പറഞ്ഞെന്ന് പറഞ്ഞ് ആദർശ് അനിയെ വഴക്ക് പറയും. അപ്പോൾ അനി പറയും, ഞാൻ എന്തായാലും അവളെ വിളിച്ചുകൊണ്ട് വരില്ല ഏട്ടാ, എനിക്ക് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമല്ലേ ഉള്ളത്, അങ്ങനെ ഒരു പെൺകുട്ടി എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ് നിങ്ങളെല്ലാവരും കൂടി, അതുകൊണ്ട് എനിക്ക് അവളെ അംഗീകരിച്ച് ജീവിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല. കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും നന്ദുവിനുണ്ടായ അനുഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ എങ്ങനെ നമ്മുടെ കുടുംബത്ത് കൊണ്ട് നിർത്തുന്നതെന്നൊക്കെ അനി പറയും. എന്നോടിങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്ന സമയത്ത് ആദർശേട്ടന് ഏട്ടത്തിയെ വിളിച്ചുകൊണ്ട് വന്നുകൂടെ എന്ന് ചോദിക്കും. എടാ, അത് അമ്മയായിട്ട് അത്രയ്ക്ക് സ്നേഹത്തിലല്ലല്ലോ പോകുന്നത്, അമ്മയ്ക്ക് അവൾ വരുന്നതും ബുദ്ധിമുട്ടാകൊണ്ടാ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാത്തെന്ന് പറയും. എന്നാലും അമ്മയ്ക്ക് വേണ്ടി അവൾ എന്തൊക്കെയാണ് ചെയ്തു തന്നതെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയത്തില്ല എന്ന് പറയും. എന്നതിന് അനി പറയുന്നുണ്ട്, അത് ശരിയാണ്, ഏട്ടത്തി വല്യമ്മയ്ക്ക് വേണ്ടി എന്ത് ഉപകാരമാണ് ചെയ്തു കൊടുത്തെന്നും എന്ത് വലിയ കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തെന്നുള്ള കാര്യം ഏട്ടത്തിയെക്കുറിച്ച് വല്യമ്മ അറിയത്തില്ലാത്തടത്തോളം കാലം വല്യമ്മ ഇങ്ങനെ ഏട്ടത്തിയെ വെറുത്തുകൊണ്ടേയിരിക്കും, അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ദേവയാനി പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ഓർക്കുന്നുണ്ട്, എന്തായിരിക്കും എനിക്ക് വേണ്ടി ചെയ്തതെന്നൊക്കെ. അപ്പോൾ ആദർശ് പറയും, അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം, നീ ചെന്ന് അനാമികയെ വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രശ്നം. എനിക്ക് നയനെ കാണണമെങ്കിൽ അവിടേക്ക് ചെല്ലുകയോ 2 ദിവസം വേണേൽ അവിടെ തങ്ങുകയോ ചെയ്യാൻ പറ്റും, പക്ഷെ നിൻ്റെ അവസ്ഥ അങ്ങനെയല്ലല്ലോ, നീ പോയി അനാമികയെ വിളിക്കണമെന്ന് പറയും. ഏട്ടൻ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ പോകത്തില്ല, ഏട്ടത്തിയെ അവൾ പിടിച്ച് തള്ളിയതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോകത്തേ ഇല്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനി അങ്ങ് പോകും. അപ്പോൾ ദേവയാനി നിന്ന് ഓർക്കുന്നുണ്ട്, എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്, ഞാൻ അറിയാതെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവിടെ ഉണ്ട്, അതൊക്കെ ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന്. ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട്, നന്ദുവിനോട് ഇനി സൂക്ഷിക്കാനൊക്കെ പറയണം, പുറത്തൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. ആദർശ് നയനയ്ക്കുള്ള മെഡിസിനുമായിട്ടാണ് വരുന്നത്. ഇതാ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, എത്രയൊക്കെ ആയാലും നീ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയും. നല്ലൊരു ദിവസം നോക്കി നീ എൻ്റെ കൂടെ വരാനൊക്കെ പറയുമ്പോഴത്തേന് നയന പറയും, വേണ്ട ആദർശേട്ടാ, ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ പ്രഷർ കൂടും, അമ്മയ്ക്ക് ഒരു മനസ്സമാധാനം കാണില്ല, അതുകൊണ്ട്
ഞാനിവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്, കുറച്ച് ദിവസം എന്തായാലും ഞാനിവിടെ നിന്നിട്ടേ വരുന്നുള്ളെന്ന് പറയും. അപ്പം ഗോവിന്ദനും പറയുന്നുണ്ട്, മോള് കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ മോനെന്ന്. അതല്ല, നിൻ്റെ ചേച്ചിക്കാണെങ്കിൽ അവിടെ ആരുടെയും സപ്പോർട്ടില്ല, നീ ഉണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറയും. അഭി പോലും അവളോടൊരു സ്നേഹത്തോടെ പെരുമാറുന്നൊന്നുമില്ല എന്ന് പറയും. അത് സാരമില്ല, ചേച്ചി കുറച്ച് ദിവസമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ, അന്നേരത്തേന് ഞാൻ വരാം. അമ്മയ്ക്ക് എന്നെ ഒട്ടും താല്പര്യമില്ലാത്തതല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നാൽ പ്രശ്നങ്ങളാകും, അമ്മ ഇവിടെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നൊക്കെ നയന പറയും. എന്നാൽ നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല, നീ ഇഷ്ടമുള്ള സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് പോകും. ആദർശ് പോയി കഴിയുമ്പോഴും നയന ഗോവിന്ദനോടും കനകയോടും പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് അമ്മ വന്ന് വിളിച്ചിട്ട് ഞാൻ ഇനിയും പോകുന്നുള്ളൂ എന്നൊക്കെ പറയും. അവരും പറയുന്നുണ്ട്, എന്നാൽ ശരി മോൾ അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. ജയൻ രാവിലെ ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങി വരുമ്പോഴാണ് ദേവയാനി ഒരുങ്ങി വരുന്നത്. ആ ഒരുങ്ങിയൊക്കെ ആണല്ലോ എവിടെ പോവുകയാണെന്ന് ജയൻ ചോദിക്കാൻ പറയും, എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണാൻ പോകാനായിട്ട് ഇറങ്ങിയതാണ്, എന്നെ അവരുടെ വീട്ടിലൊന്ന് ഇറക്കണമെന്ന്. അന്നേരത്തേന് ജയൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. ജയൻ പറയും, എനിക്കിന്ന് ആകെ ബിസിയുള്ള ദിവസമാണ്, മീറ്റിംഗ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കും, എന്താ ഇവിടെ പ്രശ്നമെന്ന്. അല്ല അച്ഛാ, ഇവക്ക് ഇപ്പം കരൾ തന്ന പെൺകുട്ടിയെ കാണണമെന്നും പറഞ്ഞ് അവരുടെ വീട്ടിൽ പോകാൻ ഒരുങ്ങി നിൽക്കുക എന്ന് പറയും. അതൊന്നും പറ്റില്ല ദേവയാനി, നിനക്കിപ്പം പുറത്തൊന്നും ഇറങ്ങി നടക്കാനുള്ള സമയമായിട്ടില്ല, പിന്നെ നീ അമ്പലത്തിൽ പോയത് പോലും വേണ്ടായിരുന്നു എന്നൊക്കെ പറയും. അന്നേരത്തേന് ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞു പുറത്തൊക്കെ നടക്കാം, പതുക്കെ ഇറങ്ങി നടക്കാം, പുറത്തൊക്കെ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും. എന്തായാലും ആവശ്യത്തിന് നടക്കാൻ മാത്രം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അനാവശ്യത്തിന് നടക്കാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയും. അതല്ല, നിങ്ങളെല്ലാം കൂടെ എന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട്, ആ പെൺകുട്ടിയെ ഞാൻ കാണുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എന്തിനാ, ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ദേവയാനി ഇവരെല്ലാം നോക്കുമ്പോൾ ഇവരെല്ലാം ഇങ്ങനെ എന്തു പറയണമെന്നറിയാതെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.